ഹായ് ഗൈസ്, നമുക്ക് രാവിലെ ഒരു മുട്ടക്കറി വെച്ചാലെന്ത്, അതിനുള്ള റെസിപ്പികളാണ് കാണിക്കുന്നത്. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില, തേങ്ങ. ഈ തേങ്ങ അതിലോട്ടിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും ഇച്ചിരി പോലെ മല്ലിയിലയും ഇത്തിരി ജീരകപ്പൊടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, പേസ്റ്റാക്കി എടുക്കുക. അങ്ങനെ ഒരു പാത്രം നമ്മളൊരു ചെറിയ ചീനിച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തു. അതൊന്ന് ചൂടായി വരണവരെ ചെറിയൊരു ലേശം മല്ലി അതിലിടുക. കുറച്ച് മല്ലി എടുത്താലിടുക. എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ടോ മല്ലി ശാലം പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലോട്ടിടുക. സവാള ഇടുക. തീ ഒന്ന് കുറയ്ക്കണം, ഭയങ്കര തീയായിപ്പോയി. തീ ഒന്ന് കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുക. അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കുക. അങ്ങനെ ഇപ്പോൾ ചുമന്ന നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് മൂക്കുക. അങ്ങനെ ഉള്ളി വരണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് നമുക്ക് കരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതും കൂടെ അതിലേക്ക് ഒന്ന് ഇടുക. നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് പച്ചയൊക്കെ പോയിരുന്ന് മൂപ്പിച്ചെടുത്താൽ എന്നിട്ട് അതിൽ കഴിഞ്ഞ് തക്കാളിയും കൂടെ ഇടുക. അപ്പോൾ അതൊന്ന് ഒരുവിധം ഒന്ന് വരണ്ടി വരണം. അപ്പോഴത്തേക്ക് അടിപൊളി മണം വരും. ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോഴത്തേക്ക് ആ പച്ച ഇതൊക്കെ പോയി ഒന്ന് പഴുത്ത് വരാൻ പാടില്ല. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിടുക. ഒന്ന് ഒന്ന് ഉപ്പായാലൊന്ന് പിടിക്കുന്നവരെ ഒന്ന് നമുക്ക് വരട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നമുക്കതിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മണം പച്ചമണം പോകുന്നതുവരെ നമുക്കൊന്നൊന്ന് മാറ്റി അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മല്ലിയിലയും ഇതെല്ലാം കൂടെ അതിലോട്ട് ഇടുക. ഇതിലോട്ടിട്ട് അതിൻ്റെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ചൂടാക്കി എടുത്ത് അതിനാവശ്യമുള്ള ചൂടുവെള്ളം, നമുക്ക് എത്രയാണ് കറി ആവശ്യമുള്ളത് അതിനുള്ള കണക്കത്ത് വെള്ളം, ശകലം വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചൂടുവെള്ളം എപ്പോഴും ഒഴിക്കാവും. ഏത് കറിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത് ചൂടുവെള്ളമായിരിക്കണം. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. നമ്മൾ എന്തൊക്കെ കറി ഉണ്ടാക്കിയാലും നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യാം. പച്ചവെള്ളം ഒരു കാരണവശാലും ആഡ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ചൂടുവെള്ളം നമ്മൾ ആ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള ചൂടുവെള്ളം നമ്മൾ അപ്പോഴേ ആഡ് ചെയ്യണം. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറുവാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മളെ കറി അങ്ങനെ ഒരു മുട്ടക്കറിയായി കൊണ്ടിരിക്കുന്നു. ആവശ്യത്തിന് നമുക്കുള്ള മുട്ടക്കറിയായി. ഇനി നമുക്കിതിൽ മുട്ട എടുത്തിട്ട് കൊടുക്കുക. അതിനുള്ള കറികളെല്ലാം നല്ല എല്ലാ അരപ്പുകളെല്ലാം അതിൽ പിടിച്ചു. നമുക്ക് മുട്ട അതിലോട്ട് ഇട്ട് കൊടുക്കുക. രാവിലെ നമുക്ക് അപ്പം, ദോശ,
അപ്പം ദോശയിലോ കൂടെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തി എല്ലാ അങ്ങനെ ഗെയ്സ് നമ്മളെ മുട്ടക്കറി രാവിലെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ